Hey, what's up guys? Welcome back to my channel. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോട്ടോഗ്രാഫിയിൽ ഒരു കോമ്പോസിറ്റിംഗ് മെത്തേഡാണ് ലീഡിംഗ് ലൈൻസ്. സോ ആദ്യം തന്നെ പറയാം, നമ്മൾ റൂൾ ഓഫ് തേർഡ്സിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ റൂൾ ഓഫ് തേർഡ്സിനെ പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റൂൾ ഓഫ് തേർഡ്സ്. നമ്മളൊരു സ്ഥലത്ത് വിസിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പം നമ്മൾ ബേസിക്കലി എടുക്കുന്നത് നമ്മൾ ഫോൺ ഓണാക്കും, ക്യാമറ എടുക്കും, ഒരു ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ക്യാമറ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കും. പക്ഷേ നമ്മൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ ഒത്തിരി കോമ്പോസിറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ലൈറ്റിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് റൂൾ ഓഫ് തേർഡ്സ്, ലീഡിംഗ് ലൈൻസ്, അതേപോലെ തന്നെ നെഗറ്റീവ് സ്പേസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ലീഡിംഗ് ലൈൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒത്തിരി ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല ലീഡിംഗ് ലൈൻസിനെ പറ്റി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ആൻഡ് വിത്തൗട്ട് എനി ഫർദർ ഡിയോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റ് റൂം, സ്നാപ്സീഡ്, അതിൻ്റെ എഡിറ്റിംഗ് വീഡിയോസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ വീഡിയോ ഒത്തിരി താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഫോട്ടോഗ്രാഫി കോമ്പോസിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കമ്പ്യൂട്ടർ വരുന്നോടം വരെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച്. സോ നമുക്ക് ലീഡിംഗ് ലൈൻസിലേക്ക് കടക്കാം. ലീഡിംഗ് ലൈൻസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വ്യൂവേഴ്സിനെ എങ്ങോട്ടാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു മരവോ എന്തെങ്കിലും ഒരു മൗണ്ടനോ, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു വിഷ്വൽ പാത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സിനെ ലീഡ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ, ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇതിനും അവൻ പറഞ്ഞു ലുക്ക് അറ്റ് ദാറ്റ്, ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ചു, ഒരു മലയിലോട്ട് കൈ ചൂണ്ടിക്കാണിച്ചു, ദേ അത് കണ്ടോന്ന് കാണിച്ചു. സോ അവൻ എന്നെ ലീഡ് ചെയ്യുവാണ് ആ മലയിലോട്ട്. അതുപോലെ തന്നെയാണ് ലീഡിംഗ് ലൈൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റോഡുണ്ട്, ആ റോഡിൻ്റെ ആ അറ്റത്തൊരു മരവോ ഒരു മൗണ്ടനോ നിൽപ്പുണ്ട്. സോ നമ്മൾ ആ റോഡ് യൂസ് ചെയ്തിട്ട്, റോഡിൻ്റെ രണ്ട് സൈഡിൽ ലൈനുണ്ട്, അത് നടുക്കും ലൈനുണ്ട്, അല്ലെങ്കിൽ റോഡ് ഒരു ലൈൻ പോലെയാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ആ റോഡിൻ്റെ ഫ്രണ്ട് നിന്ന് ആ മലയിലോട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ ആ റോഡ് മുഖാന്തരം നമ്മൾ ആ മലയിലോട്ട് നമ്മുടെ വ്യൂവറിനെ ആ ഒരു വിഷ്വൽ പാത്ത് ഉപയോഗിച്ച് നമ്മളെ ലീഡ് ചെയ്യുവാണ്. അതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം കേട്ടോ, കുറേ കാര്യങ്ങൾ നമ്മൾ സറൗണ്ടിങ്സിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. റിവേഴ്സ്, വെള്ളം ഒഴുകി ചെല്ലുന്ന ഒരു സ്ഥലം, അതെങ്ങോട്ടായാലും നമ്മളെ വ്യൂവേഴ്സിനെ ലീഡ് ചെയ്യുവാണ്. അതാണ് ലീഡിംഗ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് ലീഡിംഗ് ലൈൻസ് യൂസ് ചെയ്ത് അടിപൊളി ഫോട്ടോസ് എടുക്കാം? ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു റോഡിൻ്റെ അറ്റത്തൊരു മലയുണ്ട്. സോ നമുക്ക് ആ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഫോട്ടോ എടുക്കാം, റൈറ്റ് സൈഡിൽ നിന്നും ഫോട്ടോ എടുക്കാം, അതേപോലെ പല രീതിയിലും ഫോട്ടോസ് എടുക്കാം. പക്ഷേ നമ്മൾ റോഡിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ആ മല എടുക്കുന്ന ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡ് ഉപയോഗിച്ച് മലയിലോട്ട് ലീഡ് ചെയ്യുവാണ്. സോ നിങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കോ, ഇപ്പോൾ ഒരു വെള്ളം ഒഴുകി ചെല്ലുന്നൊരു മരത്തിൻ്റെ അടുത്തോട്ടാണ്. സോ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ആ മരത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ ലീഡ് ചെയ്യുവാണ്. അങ്ങനെ നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ലീഡിങ് ഫോട്ടോഗ്രാഫി ആയിട്ട് യൂസ് ചെയ്യാം. ഒരു ട്രെയിൻ പാളം, ആ ട്രെയിൻ പാളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അവിടുന്ന് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ ആ ട്രെയിനിലേക്ക് നമുക്ക് ലീഡ് ചെയ്യുന്നൊരു ഫോട്ടോ എടുക്കാം. സോ അങ്ങനെയൊന്നും ആരും എടുത്തേക്കല്ലേ കേട്ടോ, ട്രെയിൻ വല്ലതും ഇടിക്കും. സോ അങ്ങനെ ഒരു യൂസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ലീഡിങ് ലൈൻസ്, ആ റെയിൽ പാളം ലീഡ് ചെയ്ത് ചെല്ലുന്ന ആ ട്രെയിനിലേക്ക്, അങ്ങനെ ആ റെയിൽ പാളം ഒരു ലീഡിങ് ലൈനായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ലീഡിംഗ് ലൈൻസ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും ഫോട്ടോ എടുക്കാൻ നോക്കരുത്. ഇപ്പോൾ ഹൊറിസോണലായിട്ടും വെർട്ടിക്കലായിട്ടും നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെന്ന് നോക്കിയാൽ, ഇപ്പം നിങ്ങളൊരു മലയുടെ ഫോട്ടോ എടുക്കണം, ആ മലയുടെ ഫ്രണ്ടിൽ കൂടെ ഹൊറിസോണലായിട്ടൊരു റിവർ ഒഴുകുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വ്യൂവറിനെ കറക്റ്റായിട്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യുവാണ്. നമ്മുടെ വ്യൂവറിൻ്റെ കണ്ണ് പോകുന്ന നേരെ റിവർ ഒഴുകുന്നിടത്തോട്ടായിരിക്കും, ആ വെള്ളം ഒഴുകുന്നിടത്തോട്ടായിരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും നമ്മുടെ വ്യൂവറിൻ്റെ കണ്ണ് പോകും. ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് നമ്മുടെ വ്യൂവറെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൊറിസോണലും വെർട്ടിക്കലായിട്ട് ഒരിക്കലും നിങ്ങൾ ലീഡിംഗ് ലൈൻ ഫോട്ടോ എടുക്കരുത്. എപ്പോഴും എടുക്കുമ്പോൾ ഡയഗണലായിട്ടും കേർവിംഗ് ആയിട്ടും യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലീഡിംഗ് ലൈൻ ഫോട്ടോഗ്രാഫി എന്താണ്, എങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇനി ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഈ കാര്യം ചിന്തിച്ചിട്ട് ആ രീതിയിലൊരു ഫോട്ടോ എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റിവർ വേണ്ട, റോഡ് മാത്രമല്ല, നിങ്ങൾക്ക് അതുപോലെ ട്രെയിൻ പാളം മാത്രമല്ല, അത് ഇഷ്ടംപോലെ നമ്മൾ ചുറ്റും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ലീഡിംഗ് ലൈൻ ഫോട്ടോഗ്രാഫി എടുക്കാൻ. സോ അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേനും അടുത്ത ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അതേപോലെ തന്നെ ഫോട്ടോയ്ക്കകത്ത് മാത്രമല്ല, നിങ്ങൾക്കിത് വീഡിയോയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിരുന്നു. സോ പുതിയൊരു വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ.